ഇതെല്ലാം അഭിജിത്തെ നീയാണ്. നമ്മളെ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് വെറുതെ വരുന്ന മെസ്സേജുകൾക്ക് ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പോഴും ആ ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 2 ആഴ്ച മുന്നേ വരെ ഇരുന്ന് നമ്മളെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോയ്ക്ക് മുമ്പ് ഒന്നിരുന്ന് മാത്രം കൊണയടിക്കാന്, അല്ലാതെ ആണുങ്ങളോട് നേരിട്ട് മുട്ടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള കഴിവില്ല നിനക്ക്. നമ്മുടെ സ്പോൺസർ പേജുകൾ ഫോളോ ചെയ്യുക, എന്നിട്ട് ഈ പറയുന്ന വീഡിയോ 5 പേർക്ക് അയച്ചു കൊടുക്കുക, നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഗിവ് അവേ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക, എന്നിട്ട് പറയുന്നുണ്ടാവും അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നൊക്കെ പറയുന്നുണ്ടാവും. അതിൽ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു പക്കാ തട്ടിപ്പായിരുന്നു. ഇപ്പോഴും ഓരോരോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നീ അത് ചെയ്തില്ലടാ, നീ ഇങ്ങനെ ചെയ്തില്ല, നീ ഗിവ് അവേ എന്നുള്ള പേരിൽ കുറച്ച് പേര് നടത്തുന്നത്. അതായത് ഒരു ഇല്ലീഗൽ ലോട്ടറി സെറ്റപ്പ്. ഗിവ് അവേ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പിനകത്ത് പോയി 299 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറയും. പഞ്ചാബിലോട്ട് കുറേ ആൾക്കാരെ കൊണ്ടുപോയി തട്ടിപ്പ് നടത്തുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പല ആൾക്കാരും ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ സ്വർണം വിറ്റിട്ടുമൊക്കെയാണ് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി ആ പറയുന്ന തട്ടിപ്പുകാർക്ക് പൈസ കൊടുത്തിട്ടുള്ളത്. ഇവരെയൊക്കെ പറ്റിക്കുന്നത് അവരുടെ സ്വന്തം കൂട്ടുകാരും അല്ലെങ്കിൽ അവരുടെ കസിൻസും അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെയാണ്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് വായിത്ത് ഒന്നിനെ വിളിച്ച് പറയുന്നത് നമുക്ക് ഓക്കെ, ഒരു എല്ലാ പരസ്യത്തിലും അത് തന്നെയാണ് പറയുന്നവരെ. പക്ഷെ ഈ പറയുന്ന കുറേ നടിമാര് പേര് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ പറയുന്നത്, അവരുടെ പരസ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ, കാണാതിരിക്കാൻ ഒട്ടും വഴിയില്ല. കാരണം അത്രയും വ്യൂസ് ഉള്ള പരസ്യങ്ങളാണ്. നീ ഇതിലൊന്ന് ഈ ഒരു ആപ്പിൽ കയറിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പോൾ അവർ ആസ്ട്രോളജർ നമുക്ക് അതും ഇതും എല്ലാം പറഞ്ഞുതരും, നമ്മുടെ ഭാവി ഭൂതം വർത്തമാനം എല്ലാം പറഞ്ഞുതരും, എല്ലാം കറക്റ്റ് അതുപോലെ ആവും. ഒരു 2 മിനിറ്റ് ഫ്രീ ചാറ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ 2 മിനിറ്റ് ഫ്രീ ചാറ്റ് കഴിയുമ്പോഴേക്കും അവരൊരു വോയിസ് ഒക്കെ അയക്കും, നിങ്ങൾക്ക് വലിയൊരു കാര്യം പറയാനുണ്ട്, ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് അടുത്ത് ബാക്കി ചെയ്യാമെന്നാണ് പറയുക. അവർ ചെയ്ത വീഡിയോയിൽ അവരൊരു വീട് കാണിച്ചിട്ട് പറയുന്നത്, ഇതാണ് എൻ്റെ വീട്, ഈ വീട്ടിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ വീട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് ആസ്ട്രോളജർ അടുത്ത് ചോദിച്ചപ്പോൾ ഇതുപോലെ ഇന്ന ടൈമിൽ എല്ലാം ശരിയാവും, എല്ലാം അടിപൊളിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആസ്ട്രോളജർ പറഞ്ഞ അനുസരിച്ച് വീട് എനിക്ക് പണിയാൻ പറ്റിയെന്നൊക്കെയാണ് അതിലവർ പറയുന്നത്. കോമഡി എന്താണെന്ന് വെച്ചാൽ ആ വീടേ അവരുടെ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കണം, ഇതൊക്കെ വെറുതെ പരസ്യത്തിന് വേണ്ടി ഓരോന്ന് പറയുന്നതാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യണം. ഹലോ ആൻഡ് വെൽക്കം ടു ഗാലറി വിഷൻ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് അഭിജിത്താണ്. വെൽക്കം. ഈ അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോട്ടെ അല്ലേ, റോ ആയിട്ട് പോകും. ഈ ഫ്രോഡ്സും സ്കാംസും ഒക്കെ എക്സ്പോസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേർക്ക് അതൊരു അവയർനെസ് ആണ്. അതുപോലെ തന്നെ പലർക്കും വലിയ എമൗണ്ടുകളും കുഞ്ഞെമൗണ്ടുകളുമായിട്ട് ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ ഒഴിവാകുന്നുണ്ട്. അത് ചെയ്തു വരിക എന്ന് പറഞ്ഞാൽ അത്രയും ധൈര്യം വേണം. ആൻഡ് ഓക്കെ, ആ കണ്ടന്റ് ചെയ്യാൻ എസ്പെഷ്യലി ധൈര്യം വേണം. എങ്ങനെയാണ് അതിലോട്ട് എത്തിയത്? എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി കുറെ കാലമായിട്ട് ടെക് ബേസ്ഡ് കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എഴുത്താണെങ്കിലും ബ്ലോഗാണെങ്കിലും പിന്നീട് വീഡിയോസൊക്കെ ആണെങ്കിലും. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ചാനൽ കൂടെ തുടങ്ങിയാണ്, ബേസിക്കലി ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു പേഴ്സണൽ ചാനൽ. അതിൽ ഇപ്പം തുടക്കം തൊട്ട് പലതരം ഡാർക്ക് കണ്ടന്റുകളും പലതരം ഫ്രോഡുകളെ പറ്റിയും പലതരം കള്ളന്മാരെ പറ്റിയും അങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഇങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളിലോട്ടും എത്തിപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയണം. പറഞ്ഞു വരുമ്പോൾ പിന്നെ ഈ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഇത്രയും വർഷങ്ങളായിട്ടും നമ്മുടെ ടെക്നോളജീസൊക്കെ ഇത്രയും മുന്നോട്ട് പോയിട്ടും വീണ്ടും നമ്മുടെ ആളുകൾ ഈ സ്കാംസിലോട്ട് വീണ്ടും ചെന്ന് വീഴുന്നുണ്ട്. അപ്പോഴും സ്റ്റിൽ ഞാൻ വീണ്ടും ഇനിയും സംസാരിച്ചാലും ഇവിടെ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും? ഈ ആളുകൾ കംപ്ലീറ്റ്ലി എപ്പോഴെങ്കിലും ചേഞ്ച് ആകുമെന്ന് തോന്നുന്നുണ്ടോ?
ഇതിപ്പോൾ നമ്മളെല്ലാവരും ഒന്നും മാറ്റാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുന്നത് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരെയും മാറ്റാനോ എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് എയും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയും ഈ ടെക്നോളജിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ആൾക്കാർ സ്കാം ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പല ആൾക്കാരും പുറത്ത് ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ ഇപ്പോൾ എ വെച്ചിട്ട് ആൾക്കാരെ എങ്ങനെയാ പറയുക, റെപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് വിളിച്ച് സംസാരിക്കുന്നത്. ഇപ്പം ഒരു ബോസ് ആണെന്ന് പറഞ്ഞിട്ട് ബോസിൻ്റെ അതേ വോയിസ് ക്ലോൺ ചെയ്തിട്ട് കോൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ വരെയുണ്ട് നമ്മുടെ നാട്ടിലത്. എ വെച്ചിട്ട് മലയാളത്തിൽ അത്രയ്ക്ക് ഒരു ഇത് വരാത്തതുകൊണ്ട് വന്ന് കാണാത്തതാണ്. പക്ഷെ അതും ഇനി വരും, ഷുവറായിട്ടും വരും. ഇപ്പോൾ ബോസ് ആണെങ്കിലും വീട്ടിലെ അച്ഛനാണെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് കുറേ പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ അതേ വോയിസിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ തന്നെയാണെങ്കിൽ പൈസ അയച്ചു കൊടുത്തോന്നിരിക്കും. പക്ഷേ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്ത് മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ. അതെ. ഇപ്പോൾ മെസ്സേജ് ഇപ്പോൾ ടെക്സ്റ്റ് പോലല്ലോ. ടെക്സ്റ്റ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ആരെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മടിക്കും. പക്ഷെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരിക്കലും മടിക്കില്ല. ഈ കേസസ്, ഓരോ കേസസ് എടുത്ത് വീഡിയോ ചെയ്യുമല്ലോ, കണ്ടൻസ് ചെയ്യുമല്ലോ. അപ്പോൾ ആളുകളും ഇതുപോലെ DMസിലും ഒക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതൊന്ന് അന്വേഷിക്കുക, അങ്ങനെ ഒരുപാട് മെസ്സേജസും വരാറുണ്ടായിരിക്കുമല്ലോ. അത് മാത്രമേ ഉള്ളൂ. ഫുൾ അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ കണ്ട് ഞെട്ടി ഇതിങ്ങനെയാണോ എന്ന് ഞെട്ടിപ്പോയ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഞെട്ടാത്ത രീതിയിലായിട്ടുണ്ട്. എപ്പോഴും ഞെട്ടുന്നില്ല, എപ്പോഴും ഞെട്ടാൻ പറ്റുന്നില്ല. കാരണം അതേപോലത്തെ കാര്യങ്ങളല്ലേ നടക്കുന്നത്. അതെ. ഇപ്പോൾ ഞെട്ടുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പഞ്ചാബിലോട്ട് കുറേ ആൾക്കാരെ കൊണ്ടുപോയി തട്ടിപ്പ് നടത്തുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ പല ആൾക്കാരുടെയും സുഹൃത്തുക്കൾ തന്നെയാണ് ഈ ഓരോ ആൾക്കാരെ പഞ്ചാബിലോട്ടൊരു ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി പറ്റിക്കുന്നത്. നമ്മൾ പല ആൾക്കാരും ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ സ്വർണം വിറ്റിട്ടും ഒക്കെയാണ് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി ആ പറയുന്ന തട്ടിപ്പുകാർക്ക് പൈസ കൊടുത്തിട്ടുള്ളത്. അതും ഇവരെയൊക്കെ പറ്റിക്കുന്നത് അവരുടെ സ്വന്തം കൂട്ടുകാരും അല്ലെങ്കിൽ അവരുടെ കസിൻസും അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെയാണ്. കാരണം അവരും ആ ഒരു എന്താ പറയുക, ഒരു സ്കീമിലായതുകൊണ്ട് അവരറിയാതെ കൂടെയുള്ളവരെ പറ്റിക്കുകയാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? ഇപ്പോൾ ഈ പറ്റിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ ചേട്ടൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ആസ്ട്രോ ടോക്കിൻ്റെ ആഡ്സ് സെലിബ്രിറ്റീസ് ചെയ്യുന്നതും ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നതും ഒക്കെ. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സ് വായി തോന്നുന്ന വിളിച്ച് പറയുന്നത് നമുക്ക് ഓക്കെ, ഒരു എല്ലാ പരസ്യത്തിലും അത് തന്നെയാണ് പറയുന്നവരെ. പക്ഷേ ഈ പറയുന്ന കുറേ നടിമാർ പേര് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ പറയുന്നത്, അവരുടെ പരസ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ, കാണാതിരിക്കാൻ ഒട്ടും വഴിയില്ല. കാരണം അത്രയും വ്യൂസ് ഉള്ള പരസ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു ആഡ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, നീ ഒന്ന് ഈ മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയോട് പറയുകയാണ്, നീ ഇതിലൊന്ന് ഈ ഒരു ആപ്പിൽ കയറിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പോൾ അവർ ആസ്ട്രോളജർ നമുക്ക് അതും ഇതും എല്ലാം പറഞ്ഞു തരും, നമ്മുടെ ഭാവി ഭൂതം വർത്തമാനം എല്ലാം പറഞ്ഞു തരും, എല്ലാം കറക്റ്റ് അതുപോലെ ആവും. എന്താ ഇതിനൊക്കെ പറയുക? കാരണം ഈ പറയുന്ന കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും? ഇതൊക്കെ ശരിക്കും ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സിനിമയിൽ വന്നതും ഇതൊക്കെ ഈ പറയുന്ന ആപ്പിനകത്ത് കയറിയിട്ടാണെന്നല്ലേ ആൾക്കാർ വിചാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഉള്ളത്, സാധാരണ ആൾക്കാർ. അതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഒന്നും ഈ പറയുന്ന ആപ്പിനകത്തൊന്നും പറ്റൂല. ഞാൻ ആപ്പ് കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയിട്ടുണ്ട്. ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു AI ആണ് നമ്മുടെ അടുത്ത് സംസാരിക്കുക. ChatGPT തന്നെ. അതിനകത്ത് അതിലെ ഭാഷ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനകത്ത് ഈ പറയുന്ന AI ആണ് ആദ്യം സംസാരിക്കുക. പിന്നെ സെക്കൻഡ്സ് റിപ്ലൈ വരും. അതെ, നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിലും വന്നുകൊണ്ടിരിക്കും, ഒരു വോയിസ് വരെ വരും. അപ്പം ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ഒക്കെ കണ്ടിട്ട് ഒരു 2 മിനിറ്റ് ഫ്രീ ചാറ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ 2 മിനിറ്റ് ഫ്രീ ചാറ്റ് കഴിയുമ്പോഴേക്കും അവരൊരു വോയിസ് ഒക്കെ അയക്കും, നിങ്ങൾക്ക് വലിയൊരു കാര്യം പറയാനുണ്ട്, ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് അടുത്ത് ബാക്കി ചെയ്യാമെന്നാണ് പറയുക. എത്രയായിരുന്നു പേയ്മെൻറ്റ്?
മിനിറ്റിന് 32 രൂപ ഓ, ഒരു മിനിറ്റിന് 32 രൂപ. ചാറ്റ് ചെയ്യാൻ. ഓക്കെ ഓക്കെ. ഈ 32 പേ ചെയ്യുമ്പോഴും ഈ സെയിം ആള് തന്നെയാണോ ഈ ചാറ്റ് തന്നെയാണോ ചാറ്റ് തന്നെയാണോ? പേ ചെയ്ത് നോക്കിയിട്ടില്ല, ഇനിയിപ്പോ പേ ചെയ്തും കൂടെ നോക്കിയിരിക്കുന്നു. കാരണം മിക്കവാറും ചിലപ്പോൾ 32 വാങ്ങുന്ന സ്ഥിതിക്ക് ഒരു ആസ്ട്രോളജർക്ക് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന ആസ്ട്രോളജർക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് എന്താണ് നമ്മുടെ കാര്യത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുക? കഴിഞ്ഞ ദിവസം ഒരു അവർ ചെയ്ത വീഡിയോയിൽ അവരൊരു വീട് കാണിച്ചിട്ട് പറയുന്നത്, ഇതാണ് എൻ്റെ വീട്, ഈ വീട്ടിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ വീട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ്, അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് കുറേ ഫിനാൻഷ്യൽ സ്ട്രെസ്സ് വന്നത്. അപ്പോഴാണ് ഞാൻ ഈ ആപ്പിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ആസ്ട്രോളജർ അടുത്ത് ചോദിച്ചപ്പോൾ ഇതുപോലെ ഇന്ന ടൈമിൽ എല്ലാം ശരിയാവും, എല്ലാം അടിപൊളിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആസ്ട്രോളജർ പറഞ്ഞ അനുസരിച്ച് വീട് എനിക്ക് പണിയാൻ പറ്റിയെന്നൊക്കെയാണ് അതിലവർ പറയുന്നത്. കോമഡി എന്താണെന്ന് വെച്ചാൽ വീടേ അവരുടെ അല്ല, വീട് അവരുടെ അല്ല, വീട് വേറൊരു ഇൻഫ്ലുവൻസറിനെയാണ്. കഴിഞ്ഞ കൊല്ലം ഇതിന്റെ ഹോം ടൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. കാരണം വെറുതെ പരസ്യത്തിന് വേണ്ടി പറയുന്നതാണ്. പക്ഷെ ഈ പറയുന്ന കാണുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക? ഇത് പരസ്യമാണെന്ന് പോലും അവർ എവിടെയും ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഹാഷ്ടാഗ് ആഡെന്നോ എവിടെയും ഇട്ടിട്ടില്ല. ഒരു ഫ്ലോയിൽ നമ്മുടെ ഇതെൻ്റെ പുതിയ വീടാണ്, ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വരികയാണ് ഈ വീട്ടിൽ. അങ്ങനെ അതായത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് ഇവരൊക്കെ പറയുന്നത്. അത് ചേട്ടൻ വീഡിയോ ചെയ്തപ്പോഴും അതിനകത്ത് പുള്ളിക്കാരി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ട്രെസ്സിലാണെന്ന് പറഞ്ഞിട്ട് കമന്റ്. കാരണം അവർക്ക് അതൊരു വിഷയമല്ല. അവർ ഈ പറയുന്ന ഇനി ഇതൊന്നും നിർത്താൻ പോകുന്നില്ല. അതായത് ഇനിയിപ്പോൾ അടുത്ത ഇതേപോലെ എന്തെങ്കിലും പരസ്യം വരികയാണെങ്കിൽ അടുത്ത വേറെ വല്ല വീഡിയോ എടുത്തിട്ട് ഇതെൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കണം, ഇതൊക്കെ വെറുതെ പരസ്യത്തിന് വേണ്ടി ഓരോന്ന് പറയുന്നതാണ്. ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യണം. എന്നിട്ട് ഇവരെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണല്ലോ പറയുന്നത്. അതെ. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനെക്കാട്ടിലും വലിയ കാര്യങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ നടിമാര് പറയുന്നത്. എങ്ങനെയാ ഇതിനെ പറ്റിയൊക്കെ പറയാം? നമുക്ക് ഇപ്പൊ ആസ്ട്രോളജിയെ പറ്റി ഒരുപാട് പറഞ്ഞാൽ പലരും ആൾക്കാരും വന്ന് പറയാനുണ്ടാവും. പറയുന്ന പോലെ നിനക്ക് എന്തറിയാം, ഇത് ജ്യോതിഷമാണ്, ഇത് എന്താ പറയാ ഒരു കണക്കാണ്, അല്ലെങ്കിൽ ഇത് സയൻസ് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെ പറയുന്ന എനിക്ക് പറയുന്ന ആൾക്കാരത്തൊക്കെ ഒന്നേ പറയാനുള്ളൂ. ഈ പറയുന്ന ആസ്ട്രോളജി, നിങ്ങളൊരു 3 ആസ്ട്രോളജേഴ്സിനെ സെയിം കാര്യം വെച്ചിട്ട് സെയിം ജ്യോതിഷം 3 ആൾക്കാരത്ത് പോയി ചോദിക്കും. 3 പേരും 3 കാര്യമായിരിക്കും പറയുക. അല്ലാതെ ഒരേ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഇത്രയും വലിയ സയൻസാണ്, ഇതാണ്, ഇങ്ങനെയാണ് നമ്മുടെ ഫ്യൂച്ചറൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന 3 പേരും ഒരേ കാര്യം പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റും? 3 ആസ്ട്രോളജിസ്റ്റിനെ പറ്റി ഒരിക്കലും ഇല്ല. ഒരു ആവറേജ് വെച്ച് ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ അതേ ഒരു കാര്യത്തിന്റെ മുകളിലാണ് ഇപ്പോൾ പറയുന്ന ആപ്പ് വെച്ചിട്ട് മിനിറ്റിന് 32 രൂപയും വെച്ചിട്ട് നടക്കുന്നത്. എന്ത് പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി ഇത്രയും മുന്നോട്ട് വന്നപ്പോഴും അതിലും വീഴാനും ആളുകളുണ്ട്. ആ ടെക്നോളജി ഉപയോഗിക്കുന്ന നല്ല രീതിക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതുപോലെ ആൾക്കാരെ പറ്റിക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതെ. ഇപ്പം ഇത്രയും ആർട്ടിസ്റ്റുകളെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെയും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അത്രയും വലിയൊരു ഫിനാൻഷ്യൽ സോഴ്സും കാണും. അപ്പോൾ അവർ അത്രയും വലിയൊരു ടീമായിരിക്കും. അപ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്യുന്ന സമയങ്ങളിലും അത്ര ഈസി ആയിരിക്കില്ലല്ലോ റിയാക്ട് ചെയ്യാൻ. അതെ. ഇപ്പോൾ നമ്മളിപ്പോൾ പറയാതിരിക്കാൻ പറ്റും. ഈ പറയുന്ന ആസ്ട്രോളജിയുടെ ഈ ഒരു ആപ്പ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒരു ആപ്പാണ്. ഏറ്റവും യൂണിക്കോൺ സ്റ്റാർട്ടപ്പാണ്. കാരണം അത്രയും ആൾക്കാർ നമ്മുടെ നാട്ടിൽ അത്രയും ഒരു എന്താ പറയുക, റിലീജിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വിശ്വാസമാണെങ്കിലും ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് പോകാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ മുതലെടുക്കുകയാണ് ശരിക്കും. അത്രയും വലിയ മാർക്കറ്റാണ്, അത്രയും പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇത്രയും പറയുന്ന ഈ 3 നടിമാർക്കും ഈ കണ്ട ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പൈസ കൊടുക്കണമെങ്കിലും എത്ര ലാഭങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ തന്നെ വയ്യ. ഇപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റ എപ്പോൾ ഓപ്പൺ ആക്കിയാലും ഒരു 10 റീല് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഒരു ഗീവ് അവേ കാണാതെ പോകുന്നില്ല. ഇപ്പൊ ഗീവ് അവേസിനെ കുറിച്ചിട്ട് പലപ്പോഴും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഗീവ് അവേസിനെയും നമുക്ക് അങ്ങനെ ഒരു സ്കാംസ്, ഫ്രോഡ്സ് എന്ന് പറയാൻ പറ്റും? അതായത് ഇപ്പം ഗീവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ വെറുതെ ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുന്നു. അതെ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഗീവ് അവേ കൊടുക്കുന്ന അതിന് സ്പോൺസർ ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന പല ആൾക്കാരും വന്ന് പറയുന്നുണ്ടാവും, നമ്മുടെ സ്പോൺസർ പേജുകൾ ഫോളോ ചെയ്യുക, എന്നിട്ട് ഈ പറയുന്ന വീഡിയോ 5 പേർക്ക് അയച്ചു കൊടുക്കുക, നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഗിവ് അവേ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക, എന്നിട്ട് പറയുന്നുണ്ടാവും അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അതിൽ അത്ര വലിയ കുഴപ്പം തോന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ ഇടയ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്കല്ല, ഒരു
4-5 മാസമായി. പുള്ളി ആ ഒരു വീഡിയോയിൽ 10 ലക്ഷം രൂപ 10 പേർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഗിവ് മെയിൻ ആളാണല്ലോ. അപ്പം അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ലക്ഷം രൂപ 10 പേർക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിൽ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു പക്കാ തട്ടിപ്പായിരുന്നു. തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പക്ക മണി ചെയിൻ മോഡലിലുള്ള, അല്ലെങ്കിൽ മണി ചെയിൻ അല്ല, ഒരു പോൺസി സ്കീം സെറ്റപ്പ് ആയിരുന്നു അവരുടെ ഒരു. ആ സ്പോൺസറിൻ്റെ പേജ് എടുത്ത് നോക്കിയാലും അതിനകത്ത് കണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ഈ പറയുന്ന ഗിവ് അവേ 10 ലക്ഷം രൂപ 10 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ സ്പോൺസർമാർ ലെജിറ്റിമേറ്റ് ആവുകയാണ്. ഇപ്പോൾ തട്ടിപ്പ് ഇപ്പം ഒരാൾ നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഗിവ് അവേ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന സ്പോൺസറുടെ 2 പേജ് ഉണ്ടായിരുന്നു. അതിന് 2-ൽ 450K ഫോളോവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, സാധാരണ ആൾക്കാർ പിന്നെ ഈ പേജൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് പറഞ്ഞിട്ട് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, പൈസ കൊണ്ട് കളയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് പുള്ളി പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഇപ്പോഴും ഓരോരോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ അത് ചെയ്തില്ലടാ, നീ ഇങ്ങനെ ചെയ്തില്ല, നീ നല്ല കോമഡിയാണ്. അപ്പോൾ അതാണ് ഗിവ് അവേയുടെ ഒരു കാര്യം. പിന്നെ ഇതല്ലാതെ വേറൊരു ഗിവ് അവേ ഉണ്ട്. ഗിവ് അവേ എന്നുള്ള പേരിൽ കുറച്ച് പേര് നടത്തുന്നത്, അതായത് ഒരു ഇല്ലീഗൽ ലോട്ടറി സെറ്റപ്പ്. ഇല്ലീഗൽ ലോട്ടറി എന്ന് പറയുമ്പോൾ ഗിവ് അവേ എന്ന് പറയും. ഗിവ് അവേ അതായത് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും. നമുക്ക് ആർക്കും പൈസ ചിലവുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും പോയി ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഈ ഇടയ്ക്ക് വേറൊരു ടീം ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഗിവ് അവേ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പിനകത്ത് പോയി 299 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറയും. എന്നാലും നമുക്ക് ഗിവ് അവേയിൽ എൻ്റർ ആയിട്ട് ഈ പറയുന്ന എന്താ ഐഫോണോ എന്തൊക്കെയോ കിട്ടുന്നൊക്കെയാണ് ലോട്ടറി എടുക്കുന്ന പോലെ. കാരണം പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ ആകെ ലോട്ടറി നടത്താൻ ആകെ എന്താ പറയുക നിയമസാധ്യത ഉള്ളത് കേരള ലോട്ടറി അല്ലെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ലോട്ടറി വകുപ്പിന് മാത്രമാണ്. അതും വലിയ കാര്യമൊന്നുമില്ല. ഈ പറയുന്ന ലോട്ടറി എടുത്ത് അതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഈ പറയുന്ന അവർത്തും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ, അതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൽ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ് നടത്തുന്നതുകൊണ്ട് കുറച്ച് ഇപ്പോൾ ഇത്രയും പേർക്ക് ഒരു ലോട്ടറി എടുത്തിട്ട് അതിനൊരു കൊടുക്കുന്നുണ്ട് എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റും. എന്തോ ലോട്ടറി കുറേ പേരെ പൈസ പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ലോട്ടറിയുടെ കുറച്ച് പൈസ അല്ലെങ്കിൽ സമ്മാനം കിട്ടുന്നുണ്ട് എന്നെങ്കിലും പറയാം. പക്ഷെ ഇതുപോലെ ഓരോ ആപ്പും വെച്ചിട്ട് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ഗിവ് അവേ എന്ന് പറയുന്ന ആൾക്കാർക്ക് അതിനകത്ത് ആർക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ടാവും. ഈ പറയുന്ന 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെന്ന് അതിലും പറയുന്നുണ്ട്. ആർക്ക് കൊടുക്കുന്നുണ്ടാവും? ആർക്ക് കൊടുക്കുന്നൊന്നും ഉണ്ടാവില്ല. ഒരു വലിയ സ്കാം അല്ലേ ഇപ്പോൾ നടക്കുന്നത്? അതെ, ഇത് ഇപ്പോൾ വലിയ സ്കാമാണ്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേ ആപ്പിൻ്റെ പരസ്യം നമ്മുടെ പുള്ളി വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഇഷ്യൂവിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒരു കമൻറ്റ് കണ്ടിരുന്നു. ഒരു കണ്ടന്റ് ക്രിയേറ്റർ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി വന്ന് കമൻറ്റ് ഇട്ടിട്ട് അതിന് റിപ്ലൈ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ചേട്ടന് എതിരാണോ കംപ്ലീറ്റ്ലി? അല്ല, അതായത് ഈ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, അതിൻ്റെ പരിപാടികൾ. പക്ഷെ ഇവരീ പറഞ്ഞത് അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാരും പുള്ളിയുടെ കുറേ ആൾക്കാരും വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇതിനൊരു എക്സ്പ്ലനേഷൻ തരണം, ഇങ്ങനെ പറയണം. ഓക്കെ, എക്സ്പ്ലനേഷൻ നിങ്ങൾ കമൻറ്റിൽ വരൂ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും പറയുന്നത്. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് കുറേ പേര് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഗ്രൂപ്പാണ്, അതിനകത്തും ഇതേപോലെ ഇരുന്നിട്ട് കുറേ പറയുന്നുണ്ടായിരുന്നു നമ്മളെ. പക്ഷെ ഈ പറയുന്ന ആൾക്കാരൊന്നും പബ്ലിക്കായിട്ടൊന്നും വന്ന് പറയുന്നതും കണ്ടിട്ടില്ല. മനസ്സിലായോ? പബ്ലിക്കായിട്ട് പറയാൻ പറ്റാതെ പ്രൈവറ്റായിട്ട് മാത്രമേ പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് പ്രൈവറ്റായിട്ടൊന്നും പറയാനില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പറയുന്ന കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അത് വെറും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പാണ്. അല്ലാതെ ഞാൻ അതിൽ നമ്മുടെ ഒരു സംഘടനയിലും ഈ പറയുന്ന പോലെ എന്താ പറയുക മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഗ്രൂപ്പ്, അതിനകത്ത് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതല്ലാതെ ഈ പറയുന്ന മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള കുറെ മെമ്പേഴ്സും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത് വെറുതെ വരുന്ന മെസ്സേജുകൾക്ക് ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പോഴും ആ ഗ്രൂപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു 2 ആഴ്ച മുന്നേ വരെ ഇരുന്ന് നമ്മൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിലുള്ളവരെല്ലാവരും. വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നേരത്തെ പറഞ്ഞ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അതിൽ ഞങ്ങൾ
എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് നിന്നോട് സഹതാപം മാത്രമാ തോന്നുന്നത്. കാരണം എല്ലാവർക്കും അതിന്റെ സ്റ്റാർട്ടിങ് ഇന്ന് കട്ടായി പോരോ, ഒന്ന് കേൾപ്പിക്കൂ. നിന്റെ ഒരു ക്യാരക്ടർ മനസ്സിലായി. സ്റ്റാർട്ടിങ് ഇതെല്ലാം അഭിജിത്തെ അല്ല, തുടക്കം എന്തോ പറഞ്ഞു. ഇത് തന്നെ. എല്ലാം അഭിജിത്തെ നീയാണ്. അല്ലെങ്കിൽ നീ കമന്റ് ബോക്സിൽ മാത്രം ഇങ്ങനെ വന്ന് കൊണയടിക്കത്തില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് നിന്നോട് സഹതാപം മാത്രമാ തോന്നുന്നത്. കാരണം എല്ലാവർക്കും നിന്റെ ഒരു ക്യാരക്ടർ മനസ്സിലായി. അതെനിക്ക് പേഴ്സണലി കുറെ പേര് പറഞ്ഞു നീ എന്തുവാന്നുള്ളത്. അതായത് വീഡിയോയ്ക്ക് മുമ്പേ ഒന്നിരുന്ന് മാത്രം കൊണയടിക്കാന്, അല്ലാതെ ആണുങ്ങളോട് നേരിട്ട് മുട്ടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള കഴിവില്ല നിനക്ക്. നിന്നെ അതിന് കൂട്ടത്തില്ല. അപ്പൊ നിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇത് പറയുന്നത് നിന്റെ കമന്റ് ബോക്സിൽ വന്ന് നീ ഇങ്ങനെ വെറുതെ താളമടിക്കുകയും വീഡിയോയ്ക്ക് മാത്രം മുമ്പിൽ വന്നിരുന്ന് കൊണയടിക്കാനും നിന്നെ കൊണ്ട് പറ്റത്തുള്ള. അത് നിന്റെ കഴിവില്ലായ്മയാണ്. അതിന് വേറൊരു പേരോടെ പറയും. ഇതെല്ലാം ഞാനിങ്ങനെ ഒതുക്കി വെച്ചേക്കുവാണ്. ഇതുപോലൊരു 100 വോയിസ് ഉണ്ടാവും ആ ഗ്രൂപ്പിൽ. ഇതാണ് കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി. അതൊരു എന്താ പറയുക, ചേട്ടനെ ഇപ്പം പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു എൻ്റയർ കമ്മ്യൂണിറ്റീനെ അധിക്ഷേപിക്കുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലോ ആദ്യം പറയുന്നത്. അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ പറയാനുണ്ട്. അതെ, അല്ല ഇപ്പോൾ ഗ്രൂപ്പിനകത്ത് ഇതാണ് നടക്കുന്നത്. ഈ പറയുന്ന ഈ ഗ്രൂപ്പിനകത്തെ ബാക്കിയുള്ള ആൾക്കാർ ഈ ഓഡിയോയും കാര്യങ്ങളൊന്നും കാണില്ല. തട്ടിപ്പിന്റെ കാര്യം പറഞ്ഞത് മാത്രമേ പ്രശ്നമായിട്ട് കാണുള്ളൂ. മനസ്സിലായോ? അതാണ് കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി.